ഓം നമഃശിവായ. നിങ്ങൾ ദിവസവും ഓം നമഃശിവായ എന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം അറിയാമോ? ഈ 5 അക്ഷരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈ മന്ത്രം ഒരിക്കലും പഴയതുപോലെ ജപിക്കില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഋഷിമാരും യോഗിമാരും ഭക്തരും ജപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മന്ത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയാം? എന്തുകൊണ്ടാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്? ഇന്ന് നമുക്ക് ആ രഹസ്യം കണ്ടെത്താം. ശിവഭക്തരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്ന ഈ മന്ത്രം വെറുമൊരു പ്രാർത്ഥനയല്ല. ഇതൊരു ശബ്ദമാണ്, ഒരു ശക്തിയാണ്, ഒരു ആത്മീയ യാത്രയാണ്. ആദ്യം ഓം എന്ന ശബ്ദത്തെക്കുറിച്ച് നോക്കാം. ഹിന്ദു ദർശന പ്രകാരം പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായത് ഓം എന്ന ശബ്ദമായിരുന്നു. ആ ആദ്യ ശബ്ദമാണ് ഓം എന്നത്. സൃഷ്ടിയുടെയും നിലനിൽപ്പിൻ്റെയും സംഹാരത്തിൻ്റെയും പ്രതീക്ഷയായി ഓം കണക്കാക്കപ്പെടുന്നു. അടുത്തതായി നമ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഞാൻ വിനയപൂർവ്വം നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അഹങ്കാരം സമർപ്പിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇനി ശിവായ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ശിവനോടുള്ള സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ശിവൻ എന്നത് കൈലാസത്തിൽ ഇരിക്കുന്ന ദേവനെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന പരമചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഓം നമഃശിവായ എന്നതിൻ്റെ ആഴത്തിലുള്ള അർത്ഥമെന്നത്. പ്രപഞ്ചത്തിലെ പരമസത്യത്തിനു മുന്നിൽ ഞാൻ എൻ്റെ അഹങ്കാരം സമർപ്പിക്കുന്നു എന്നാണ്. പക്ഷേ ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. അത് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മന്ത്രത്തിലെ 5 അക്ഷരങ്ങൾ ന, മ, ശി, വ, യ. ഇവ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ന ഭൂമിയെയും, മ ജലത്തെയും, ശി അഗ്നിയെയും, വ വായുവിനെയും, യ ആകാശത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ഈ മന്ത്രം ജപിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലും പ്രപഞ്ചത്തിലുമുള്ള പഞ്ചഭൂതങ്ങളുമായി ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. അതിനായി ഈ മന്ത്രം വെറും വാക്കുകളല്ല, ഒരു ശക്തിയാണെന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ഓം നമഃശിവായ എന്ന ഒരു മന്ത്രം പോലെ മാത്രമായിരിക്കും ജപിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇനി മുതൽ അത് നിങ്ങളുടെ അഹങ്കാരം ഉപേക്ഷിച്ച് പരമസത്യത്തിലേക്കുള്ള ഒരു യാത്രയാണെന്ന് ഓർക്കുക. 5 അക്ഷരങ്ങൾ, ഒരു മന്ത്രം, എന്നാൽ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു പ്രപഞ്ചത്തിൻ്റെ രഹസ്യമാണ്. ഓം നമഃശിവായ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശിവനെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങളും അറിവുകളും അറിയാൻ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൽ ഓം നമഃശിവായ എന്ന മന്ത്രം എഴുതാൻ മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു ശിവരഹസ്യവുമായി കാണാം. ഓം നമഃശിവായ.